ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 154/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നവംബറിൽ നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി സരോജിനി നായിഡു. നെക്സ്റ്റ്, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് കേട്ടോ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദി ഏതാണ്? ഇതിൽ ഹിമാലയൻ നദി ഏതാണ്? ഓപ്ഷൻ ബി സിന്ധു. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ. നെക്സ്റ്റ്, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ മലനാടാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിന്റെ ഉൽപാദനത്തിലാണ്? ഓപ്ഷൻ സി ഗോതമ്പ്. നെക്സ്റ്റ്, ജനാധിപത്യത്തിന് നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 3, 4. നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം കേട്ടോ. ഇതൊക്കെ ഒരു SCRT ഫാക്ട് ആട്ടത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ഏത്? ഓപ്ഷൻ ബി ബാങ്കിങ്. നെക്സ്റ്റ്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ്? ഓപ്ഷൻ സി 1946. നെക്സ്റ്റ്, കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? വിമുക്തിയാണ്. നെക്സ്റ്റ്, ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിന്റെ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ് കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ. നെക്സ്റ്റ്, കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഓപ്ഷൻ ബി PR ശ്രീജേഷ് ആണ്. നെക്സ്റ്റ്, സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? ഏതൊക്കെയാണ്? സമത്വ സമാജം സ്ഥാപിച്ചു, കന്യാകുമാരിയിൽ ശാസ്താംകോയിൽ ജനനം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. നെക്സ്റ്റ്, ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഗാന്ധിജി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ്, കിഴക്കൻ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴ. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ കബനി. നെക്സ്റ്റ്, കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല ഏതാണ്? ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് വയനാട്. നെക്സ്റ്റ്, ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് ലാഭം. നെക്സ്റ്റ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ആണ് നൈട്രജൻ ആണ്. നെക്സ്റ്റ്, തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഇക്കോ ടൂറിസം. 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. നെക്സ്റ്റ്, 2025 ചെസ് ലോകകപ്പ് മത്സരത്തിൽ ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ ആണ് കേട്ടോ.
നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത്? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. നെക്സ്റ്റ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ആരാണ്? ശ്രീനാരായണ ഗുരു ആട്ടോ. ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ രാജ്യം കേട്ടോ. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ രാജ്യമാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് ഇന്തോനേഷ്യ കേട്ടോ. 31ാമത്തെ ക്വസ്റ്റ്യൻ അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ കേട്ടോ. നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. നെക്സ്റ്റ് കേരളത്തിലെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിന്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി കോതമംഗലം. നെക്സ്റ്റ് അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആരാണ്? ഓപ്ഷൻ എ അയ്യങ്കാളി. 36ാമത്തെ ക്വസ്റ്റ്യൻ വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടുവാനായിരുന്നു? ഓപ്ഷൻ എ നമ്പൂതിരി സമുദായം. നെക്സ്റ്റ് 37ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര ദൗത്യത്തിന്റെ പേരെന്ത്? ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗര ദൗത്യത്തിന്റെ പേരെന്ത്? എന്താണ്? ഓപ്ഷൻ ഡി ആദിത്യ L1. നെക്സ്റ്റ് ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം എന്താണ്? കാറ്റിന്റെ ദിശമാറ്റാട്ടോ. ഓപ്ഷൻ ബി കാറ്റിന്റെ ദിശാമാറ്റം. നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ഓപ്ഷൻ ബി രാജ്യസമാചാരം. നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏതാണ്? ഓപ്ഷൻ സി IPL ആണ്. ഇനി വരുന്ന 20 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ഉള്ള 40 ക്വസ്റ്റ്യൻസ് ഈ ഒരു സിലബസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി വർക്കർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിട്ടുള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി 40 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേണ കാണേണ്ടവർ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകട്ടോ. ഓക്കെ. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ഡാഷ്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ഡാഷ്. ഓപ്ഷൻ സി വൈദ്യുത സെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് AC ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? AC ജനറേറ്ററിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി 1, 3 ശരി എന്നാണ് കേട്ടോ. ഏതൊക്കെയാണ് പ്രസ്താവനകള്? AC ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്ററിന്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിംഗ്സ്. നെക്സ്റ്റ് ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജ മാറ്റം ഏതാണ്? ഓപ്ഷൻ ബി യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. നെക്സ്റ്റ് കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നുമാണ്? സോളാർ പാനൽ ആട്ടോ. ഓപ്ഷൻ എ സോളാർ പാനൽ. നെക്സ്റ്റ് വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ. ഇവിടെ ഓപ്ഷൻ എ ആണ് 1, 2, 3 ശരി എന്നാണ് കേട്ടോ. ഇതിൽ 1 ന്യൂട്രലും 3 ഫേസുകളുമാണ്. ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആയിരിക്കും. നെക്സ്റ്റ് ഇന്ത്യയിലെ വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എത്ര എന്നാണ് കേട്ടോ. 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി 50 ഹെർട്സ് ആണ്. വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഘടകമാണ് ഏത്? 67ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി കപ്പാസിറ്റർ. നെക്സ്റ്റ് വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആര്? വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആര്? ആരാണ്? ഓപ്ഷൻ സി അലക്സാൻഡ്രോ വോൾട്ടയാണ്. നെക്സ്റ്റ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആംപിയർ. താഴെ കൊടുത്തിരിക്കുന്നവ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകാത്തത് ഏത്? ഓപ്ഷൻ ഡി ഹാക്സോ ബ്ലേഡ്. നെക്സ്റ്റ് ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? എത്രയാണ്? ഓപ്ഷൻ ബി ആണ് 11 കിലോ വോൾട്ട്. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതാണ്? ഓപ്ഷൻ സി വാട്ട് അവർ മീറ്റർ ആട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്?
ഓപ്ഷൻ ബി കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിന്റെ രണ്ട് ടെർമിനലുകളിൽ എന്തായിരിക്കണം? ഓപ്ഷൻ ഡി തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഓപ്ഷൻ എ സുരക്ഷാ ഫ്യൂസ്. നെക്സ്റ്റ്, ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് 76ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ടൈറ്റാനിയം ആണ്. നെക്സ്റ്റ്, ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1, 2 ശരി. പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. എ സിയുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും എ സിയുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളുമാണ്. നെക്സ്റ്റ്, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് എത്ര? ഓപ്ഷൻ ഡി ആണ് 230 വോൾട്ട്. തന്നിട്ടുള്ളതിൽ ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. നെക്സ്റ്റ്, വൈദ്യുതി കടത്തിവിടാത്തത് ഏത്? 80ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്ലാസ്റ്റിക് സ്കെയിൽ ആണ് കേട്ടോ. നെക്സ്റ്റ്, പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകൾ താഴെ പറയുന്നതിൽ ഏത് ജോഡിയാണ്? ഏതാണ്? ഓപ്ഷൻ എ സൗരോർജം, കാറ്റ്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നതിന്റെ കാരണങ്ങളിൽ ശരിയായവ ഏതൊക്കെ? ഇതില് ശരിയായവ ഓപ്ഷൻ ബി ആണ് 1, 3, 4 ശരി എന്നാണ് കേട്ടോ. ചെമ്പിന് അലൂമിനിയത്തെക്കാൾ വില കൂടുതലാണ്. ചെമ്പ് അലൂമിനിയത്തെക്കാൾ സാന്ദ്രതയും ഭാരമുള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശത്തിന് വിധേയമാകുന്നു. ഓക്കെ. നെക്സ്റ്റ്, വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ട് ആണ്? ഓപ്ഷൻ എ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി 230 വോൾട്ട് ആണ്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ മുകളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുത നിലയത്തിൽ നിന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കി ട്ടോ. നെക്സ്റ്റ്, ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന MCBയുടെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? MCBയുടെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ എ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. നെക്സ്റ്റ്, ഷോക്കേറ്റയാളെ രക്ഷിക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻ എ വൈദ്യുത ചാലകങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്നും മാറ്റുക. നെക്സ്റ്റ്, വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് 1, 3. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു. അതുപോലെ ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, വൈദ്യുതി വിതരണത്തിനുള്ള ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി അലൂമിനിയം. നെക്സ്റ്റ്, സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ്, ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നു. ജനറേറ്ററുകളുടെ ഊർജ്ജ മാറ്റം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. നെക്സ്റ്റ്, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിന്റെ സംവിധാനമാണ് ഏതാണ്? സോളാർ സെല്ലുകൾ. നെക്സ്റ്റ്, ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ ബി 230 വോൾട്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഓപ്ഷൻ സി നാഫ്ത. നെക്സ്റ്റ്, 3-പിൻ പ്ലഗിന്റെ എർത്ത് പിന്നിന്റെ പ്രത്യേകതകളിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 2, 3, 4 ശരിയാണ്. 3-പിൻ സോക്കറ്റുകളിൽ ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരുന്നു. എർത്ത് വയറായി കനം കൂടിയ ചെമ്പുകമ്പി ഉപയോഗിക്കുന്നതിനാൽ പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കപ്പെടുന്നു. എർത്ത് പിന്നിന്റെ മറ്റു രണ്ട് പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ വൈദ്യുതിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് സ്വർണം, ചെമ്പ്, അലൂമിനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 96ാമത്തെ ക്വസ്റ്റ്യൻ. വൈദ്യുത വിതരണ സംവിധാനത്തിന്റെ ഫീഡറിന്റെ ഉപയോഗം എന്താണ്? ഓപ്ഷൻ എ വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു. നെക്സ്റ്റ്, വൈദ്യുത വിതരണത്തിൽ ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം
ഓപ്ഷൻ എ ഉൽപാദന കേന്ദ്രത്തിൽ നിന്നുള്ള വൈദ്യുതി ഉപഭോക്താവിന് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം. നെക്സ്റ്റ് ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പരസ്പര ബന്ധിത ശൃംഖല ഏതാണ്? ഓപ്ഷൻ സി ഇലക്ട്രിക് ഗ്രിഡ്. നെക്സ്റ്റ് വൈദ്യുത ഉപയോഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഏതാണ് വാട്ട് അവർ മീറ്റർ. നെക്സ്റ്റ് പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? ഓപ്ഷൻ എ 11 kV. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.